Good morning. 2 minutes വൈകി അടുത്ത ക്ലാസ്സിൽ ഒരു 2 minutes വൈകിയതാണ്. സോറി. ഗുഡ് മോർണിംഗ്. ഏത് മൊഡ്യൂളാണ് ഇപ്പൊ ടീച്ചർ എടുത്തിട്ട് ഇറങ്ങിയത്? 6th മൊഡ്യൂളാണോ കുട്ടികളെ? ആരായിരുന്നു ഇവിടെ? 6th മൊഡ്യൂളാണ് അല്ലെ? എനിക്ക് അങ്ങനെ നോക്കിയാൽ മതിയല്ലോ. ബാക്കി പോയി വരുമ്പോ നേരം കുറെ പോകും. അടുത്ത ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയി, അതുകൊണ്ടാണ് ട്ടാ. ഓക്കെ, നമ്മൾ നിർത്തി. വായിച്ചു നോക്കിയോ എല്ലാവരും? വായിച്ചു നോക്കിയാ നമ്മൾ എടുത്ത ഭാഗം വരെ? ദുരന്തങ്ങളാണ്. സോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഈ ഒരു എന്താ പറയാ ഡിഫറെന്റ് ടൈംസിലായിട്ട് 1980 മുതൽ 2009 വരെയുള്ള ആ ഒരു ഡ്യൂറേഷനില് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില മേജർ ഡിസാസ്റ്റേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പ് കൊടുത്തിട്ട് ഒരുപാട് സ്ഥലത്ത് പലതരത്തിലുള്ള ഡിസാസ്റ്റർ ഒക്കെ ഒക്കർ ചെയ്യുന്നത് അവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ കൂടി ഒന്ന് ഗോ ത്രൂ ചെയ്യുക, അതായത് ഒന്ന് വായിച്ചൊക്കെ നോക്കുക, കണ്ടെത്തുക. വാട്ട് എവർ ഡിസാസ്റ്റേഴ്സ് ഹാവ് ബീൻ ഒക്കേർഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ തരത്തിലുള്ള ഡിസാസ്റ്ററുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ വളരെ ഭംഗിയായിട്ട് ആ ഒരു മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ താഴെയുള്ള മേജർ ഡിസാസ്റ്റേഴ്സ് നമ്മള് സൗണ്ട് ഓഫ് ചെയ്യണോ? സൗണ്ട് ഓഫ് ആണോ? ഇതെന്താ സൗണ്ട് തന്നെ ഇവിടെന്നല്ല, ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് നമ്മൾ താഴെ ഇതിനകത്തുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി പറഞ്ഞു, അത് ഒരു 2 lakh പീപ്പിളിനെ അഫക്ട് ചെയ്തിരുന്നു. അതില് ഒരു എന്താ പറയാ 3000 ആളുകൾക്ക് ഏകദേശം അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു. പിന്നെ സൈക്ലോൺസ് ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഒരു ഇന്റർവെല്ലിൽ അങ്ങനെ നടക്കുന്നത്, ഒരു കുറച്ചുള്ള വർഷങ്ങൾ കൂടുമ്പൊക്കെ അവിടെ ഈ സൈക്ലോൺസും അതുപോലെ തന്നെ സൈക്ലോൺസ് ആന്ധ്രയിലും അതുപോലെ തന്നെ നമ്മുടെ ഒറീസയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം 25,000 ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടമായ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഉത്തർകാശിയിൽ 1990 എർത്തുക്വേക്ക് ഉണ്ടായ കാര്യവും ഈ പറയുന്ന ഒരു കാലഘട്ടത്തിനിടയിലാണ്. പിന്നെ നമ്മളുടെ എന്താ പറയാ എർത്തുക്വേക്ക് ഇൻ ലാത്തൂർ, മഹാരാഷ്ട്രയിലെ ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1993 എർത്തുക്വേക്ക് ഉണ്ടായതായിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒത്തിരി ട്രെയിൻ ആക്സിഡൻസ് ഓഫ് ആൻഡ് ഓൺ, അതായത് എന്താ പറയാ നമ്മളുടെ ട്രെയിൻ ആക്സിഡൻസ് ഒരുപാട് ഒക്കർ ചെയ്യുന്നത് അതും ഒരുതരം ഡിസാസ്റ്റർ തന്നെയാണ്. ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്ലഡ് എർത്തുക്വേക്ക് മാത്രമൊന്നുമല്ല, ഇതുപോലെയുള്ള വലിയ വലിയ ദുരന്തങ്ങൾ. നമുക്ക് ഈ അടുത്ത കാലത്ത് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായ ഒരു ദുരന്തം നമ്മൾ കണ്ടതാണ് അല്ലെ? ഏകദേശം ഒരു 200 ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു വിമാനം അതും തകർന്നത് അല്ലെ? കേട്ടിരുന്നോ നിങ്ങളൊക്കെ? അത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് ആളുകൾക്ക് കൂടുതൽ അവരുടെ ലൈഫ് നഷ്ടപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തം തന്നെയായിരുന്നു അല്ലെ? അതിനകത്ത് ആകെ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്, അതും നമ്മൾ അറിഞ്ഞു, അത് ഒരു ഭാഗ്യം. പിന്നെ ഗുജറാത്തിലെ 2001 ഉണ്ടായ ജനുവരി മന്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഗുജറാത്തിലെ ഒരു എന്താ പറയാ ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഭൂകമ്പം ഭുജ് എന്ന് പറയുന്ന സ്ഥലത്ത്, അത് വളരെ എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ഒരു എർത്തുക്വേക്ക് തന്നെയായിരുന്നു. ഒരുപാട് ലൈഫുകൾ ആളുകൾക്ക് നഷ്ടപ്പെടുകയും ഒരുപാട് പേര് അവിടെയൊക്കെ താമസിച്ചിരുന്ന ആളുകള് എന്താ പറയാ നമ്മുടെ കേരളത്തിലെ ആളുകളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ ഈ പറയുന്ന സ്ഥലത്ത്, ഇപ്പൊ കേരളത്തിലെ ആളുകൾ ഇല്ലാത്ത സ്ഥലമില്ല അല്ലെ? എവിടെ നോക്കിയാലും ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളിയെ കണ്ടെത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്രയും എന്താ പറയാ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. കേരളത്തിലുള്ള ആളുകൾ ഓൺലൈനേക്കാൾ കൂടുതൽ മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കേരളത്തിലെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത്തരം എന്താ പറയാ ഗുജറാത്തിലും അതുപോലെ തന്നെ എർത്തുക്വേക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സുനാമി, അതും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. 26 ഡിസംബർ 2004 സദേൺ ഇന്ത്യൻ കോസ്റ്റ് ലൈനില് ആണ് സുനാമി ഒക്കർ ചെയ്തത്.
എന്താ പറയാ ഒരു 10,273 പീപ്പിൾ ഡെഡ്. 10,273 പേരാണ് മരണപ്പെട്ടത്. 2,39,024 ഫാമിലീസ് ഹോംലെസ് ആയി. 2,39,024 2,39,024 ആളുകൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. 27,22,000 പോപ്പുലേഷൻസിനെ ഇത് അഫക്ട് ചെയ്തു. ഈ സുനാമി ആരെയൊക്കെ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27,22,000 27,22,000 പോപ്പുലേഷനെ അഫക്ട് ചെയ്തു. അപ്പൊ ഇത്രയും വലിയ ഒരു ദുരന്തം തന്നെയാണ് സുനാമി കൊണ്ട് ഉണ്ടായത് 26 ഡിസംബർ 2004. ഇത്രയൊക്കെ ആണ്. ഇത് നിങ്ങൾ എന്തായാലും കാണാതെ പഠിക്കണം. ഓക്കെ, ആ ഒരു മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഈ ബുള്ളറ്റ് തന്നിരിക്കുന്ന പോയിന്റുകൾ എന്തായാലും പഠിക്കണം. മറ്റേത് നിങ്ങൾ ഒന്ന് നോക്കുക, മനസ്സിലാക്കുക എവിടേക്കാണ്. ഇനിയും ബാക്കി വേറെ എന്തെങ്കിലും പറയാൻ ഇതിന്റെ ഒരു ഷോർട്ട് ഫോം പോലെ ഇവിടെ തന്നിരിക്കുന്നു മാത്രം. ക്ലിയർ ആയോ? മനസ്സിലായോ? ബാക്കി ഭാഗത്തോട്ട് പോട്ടെ. വേഗാവണേ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, then how we will be deal with this disasters when it occur. ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോ നമ്മൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ഡീൽ ചെയ്യും? അത് ഡീൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് the level of preparedness എന്ന് വെച്ചാൽ, അതായത് നമ്മൾ എത്രത്തോളം ആ ഒരു ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്താണ് ഫ്ലഡ് വന്നപ്പോ 2018 ഫ്ലഡ് വന്നപ്പോ നമ്മൾ ഒരു ഒരുക്കം ഉണ്ടായിരുന്നില്ല. എന്താ ഇട്ടിരുന്ന ഉടുപ്പിട്ടിട്ട് അങ്ങനെ പോയി നടന്ന് ചെരുപ്പുണ്ടോന്നോ നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. നമ്മുടെ തിങ്സ് എല്ലാം തന്നെ എന്താ പറയാ അത്യാവശ്യം ചിലപ്പോ നമുക്ക് ഒട്ടും തന്നെ ഉപേക്ഷിച്ച് അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ മാത്രമായി ചിലപ്പോ വല്ല ക്യാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല ഗോൾഡ് ആയിരിക്കാം. അത് മാത്രം കിട്ടിയ ഏതെങ്കിലും ഒരു ബാഗിൽ എടുത്ത് വെച്ചിട്ട് ചിലപ്പോ ഇറങ്ങിപ്പോയാലും വാട്ടവർ എന്തൊക്കെ ഉണ്ടായിരുന്നു, ബാക്കി ഉടുപ്പുകൾ ഉണ്ടാവും ഇഷ്ടംപോലെ, മറ്റ് വാല്യൂബിൾസ്, മറ്റ് മെഷീൻസും മെഷീനറീസും ഒക്കെ ഉണ്ട്. ഇതൊന്നും ഏറ്റുകൊണ്ട് പോകാൻ നേരമില്ല. മറ്റേ സിനിമയിൽ കാണിച്ച പോലെ കൊച്ചിനെ അവിടെ ഇട്ടിട്ട് എന്താ പറയാ ടിവിയും വാഷിംഗ് മെഷീനും ഒക്കെ എടുക്കാൻ പറ്റിയ പോലെ നമുക്ക് പറ്റില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെ പോകുക. കാരണം ഇത് നമ്മുടെ കയ്യിൽ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എവിടേക്ക് പോകുന്നു അവിടെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ജീവൻ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ക്യാഷ് ആയിട്ടുണ്ടായിരുന്നെങ്കിലും അതുപോലെ തന്നെ മറ്റേ ഗോൾഡോ വാല്യൂബിൾസോ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ആളുകൾ പോയിട്ടുണ്ടാവും. അതായത് നമുക്ക് വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്, മനസ്സിലായി, അല്ലാത്തത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തോണ്ട് പോയി. അപ്പൊ ആ ഒരു ഇത് അനുഭവിച്ചപ്പോ വി നോ ദാറ്റ് അടുത്ത വർഷങ്ങളിലും ഇതുപോലെ അടുപ്പിച്ച് മഴ പെയ്യുമ്പോ ഞാൻ പറഞ്ഞു നേരത്തെ അല്ലെ, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. എന്ത് ചെയ്യണം, ഒരു 5 ദിവസം അടുപ്പിച്ച് വലിയ മഴ പെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലൊക്കെ അടുത്ത പ്രദേശങ്ങളിൽ വെള്ളം കയറി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പ്രിപ്പറേഷൻസ് തുടങ്ങും. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എവിടെയെങ്കിലും പൊക്കത്തില് സ്ഥലം ഉണ്ടെങ്കിൽ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെയാണ് വരുന്ന ഡിസാസ്റ്റർ. നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ഹൗ വി ആർ പ്രിപ്പയർഡ്. ആ ഡിസാസ്റ്ററിന്റെ ആ ഒരു ഓൺസ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണം. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിന്റെ ആക്രമണത്തിനെ നമ്മൾക്ക് എങ്ങനെ ഫേസ് ചെയ്യാം, എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളത് എന്തുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ദ ലെവൽ ഓഫ് പ്രിപ്പയർനെസ്. നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി ഒരുങ്ങി. നമ്മൾ അത്രത്തോളം, കാരണം വന്നോട്ടെ കുഴപ്പമില്ല, കാരണം വി ആർ പ്രിപ്പയർഡ് ടു ഫേസ് ഇറ്റ്. നമ്മളത് പ്രിപ്പയർഡ് ആണ് ഫേസ് ചെയ്യാനായിട്ട്. ഏത് രീതിയിൽ പ്രിപ്പയർഡ് ആണ്, മെന്റലി മാത്രമല്ല ഫിസിക്കലിയും. കാരണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ വെള്ളം തൊട്ടാൽ ചീത്തയായി പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സേഫായ സ്ഥലത്തിലേക്ക് നമ്മൾ മാറ്റി സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അതുപോലെ ഇപ്പൊ ഒരു ലോക്കാലിറ്റിയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ലോക്കൽ ആളുകൾക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, നിങ്ങൾ സേഫായ സ്ഥലങ്ങളിലേക്ക് മാറും. ഓക്കെ, ഓൾ ദീസ് തിങ്സ്. ഇതൊക്കെയാണ് ഡിസാസ്റ്ററിൽ അതിനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം. മനസ്സിലായി? അതാണ് ആ സെന്റൻസ് കൊടുത്തിരിക്കുന്നത്. സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ആ പോയിന്റുകളുടെ താഴെ the level of preparedness directly governs how a hospital deal with the initial onslaught of a disaster. അപ്പൊ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി. അപ്പോ നിങ്ങൾ വിചാരിക്കും, ആരാണ് ആ ഡിസാസ്റ്ററിൽ ഏറ്റവും അധികം നന്നായി ഒരുങ്ങേണ്ടത്? It is not none any other than hospital. The local hospital should be prepared. അവരാണ് ഏറ്റവും നന്നായി ഒരുങ്ങേണ്ടത്.
അപ്പൊ ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന ഡിസാസ്റ്ററിനെ കുറിച്ച് പഠിക്കേണ്ടത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് നമ്മള് ഡിസാസ്റ്ററിനെ പഠിക്കാനുള്ള കാരണം ഇതാണെന്നാണ് പറഞ്ഞു തന്നെ. മനസ്സിലായോ? ആ ഒരു ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലഡ് പോട്ടെ, ഫ്ലഡിനകത്ത് എന്താ പറയാ നമുക്ക് വെള്ളപ്പൊക്കമാണ്, അവിടെ മരണങ്ങൾ ഈ എന്തെങ്കിലും ഇടിഞ്ഞു അങ്ങനത്തെ മരണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് എന്താ പറയാ നേരത്തെ കൂട്ടി അറിയാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഹൈറ്റിലേക്ക് ഉള്ള സ്ഥലത്തൊക്കെ പോയി നിൽക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ലാതെ കുഞ്ഞു നിൽക്കാം, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തില് എന്താ പറയാ മറ്റ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അതിനെ നമുക്ക് അതിജീവിക്കാനായിട്ട് അവിടുത്തെ ഹോസ്പിറ്റൽസ് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടില്ല. എന്നാലാണ് ആ ഡിസാസ്റ്ററിനെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വെൽ പെർഫോംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഷുഡ് ഹാവ് ഓൾറെഡി നോൺ അബൌട്ട് ദ ഡിസാസ്റ്റർ ആൻഡ് അവർക്ക് പറ്റാവുന്ന ഇൻഫോർമേഷൻസ്. ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലത്ത് ഇപ്പൊ ഒരു ഡിസാസ്റ്റർ വന്നു, അപ്പൊ എന്തൊക്കെയാണ് അറിയേണ്ടത്, ആ ഡിസാസ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ റിലീഫ് പ്രോഗ്രാമുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം പ്രോഗ്രാമുകൾ എന്താണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഡിസാസ്റ്ററിന് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇനീഷ്യൽ ആയിട്ട് എന്ത് സ്റ്റെപ്സ് എടുക്കണം. ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ ദ ഹോസ്പിറ്റൽ. അത് ഹോസ്പിറ്റലുകാര് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. അത് ഉണ്ടാകട്ടെ, ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിന് മുന്നേ തന്നെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആകണം. അതിന് വേണ്ടിയിട്ട് ദ ഹോസ്പിറ്റൽ ഷുഡ് ഓൾസോ ബി ഇൻഫോംഡ് അബൌട്ട് ദിസ്. ഹോസ്പിറ്റൽസിനെയും അതുപോലെ തന്നെ ഡിസാസ്റ്റർ ഒക്കെ ചെയ്താൽ ഇന്ന പ്രദേശത്ത് തൊട്ടടുത്ത ഒരു സ്ഥലത്ത് ഒരു ഡിസാസ്റ്റർ, ഇന്ന രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ ഉണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽസ് വേഗം തന്നെ അതിനുള്ള ഇൻഫർമേഷൻസ് ഹോസ്പിറ്റലിലെ മറ്റ് ജീവനക്കാർക്ക് കൊടുക്കണ്ടേ. ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരാൾ അറിഞ്ഞാൽ കാര്യമില്ല, ഹോസ്പിറ്റലിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഇൻഫോർമേഷൻ ഷുഡ് ബി പാസ്ഡ്. ഇൻഫോർമേഷൻ പാസ് ചെയ്യണം. എന്നാലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്ന ജോലിക്കാരെയൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന ആളുകളെ ഡീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പല വിഭാഗത്തിൽപ്പെട്ട നഴ്സസ് വേണ്ടി വരും, ഡോക്ടേഴ്സ് വേണ്ടി വരും, അതുപോലെ തന്നെ മറ്റ് ഹെൽപ്പേഴ്സ് വേണ്ടി വരും. ഇവരെല്ലാവരെയും നമുക്ക് റെഡി ആക്കണം, സന്നദ്ധരാക്കണം. എല്ലാവരെയും കൂടി ഒരു സ്ഥലത്ത് കളക്ട് ചെയ്യണം. ഇത്തരം ഡിസാസ്റ്ററിലൊക്കെ അറിയുമ്പോൾ ആളുകളെ കൊണ്ടുവന്നാൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാം. സോ അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഹോസ്പിറ്റൽസിൽ ഈ ഡിസാസ്റ്ററിനെ സംബന്ധിച്ചത് എത്തിക്കണം. എന്നാലാണ് അവർക്ക് പ്രിപ്പയർഡ് ആകാൻ പറ്റുള്ളൂ. അപ്പോ ഹോസ്പിറ്റൽസിന് വളരെ പങ്കുണ്ട്. എന്തില്, ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായാൽ അത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ വഹിക്കേണ്ടത് അവിടുത്തെ ലോക്കൽ ഹോസ്പിറ്റൽസ് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ വി ക്യാൻ ഓൾസോ ദ ഹോസ്പിറ്റൽസ് ക്യാൻ ഓൾസോ പ്രിവെന്റ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ. ഈ ഡിസാസ്റ്റർ കൊണ്ട് ഉണ്ടാകാവുന്ന ആഫ്റ്റർ ഇഫക്റ്റിനെ, ആ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഇല്ലാതാക്കാനും, അതുപോലെ തന്നെ മരണത്തിന്റെ നിരക്ക് കുറയ്ക്കാനും, അല്ലെ, അത് ഒക്കെ കുറയ്ക്കാനൊക്കെ ആ ഡിസാസ്റ്ററിൽ നമുക്ക് ഹോസ്പിറ്റൽസിന് സാധിക്കും. ഹോസ്പിറ്റൽസ് അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്താണ് പ്രിപ്പയർഡ് ആയിരിക്കണം. ആ പ്രിപ്പയർഡ്നെസ് ആണ് ഈ പറയുന്ന മരണനിരക്ക് കുറയ്ക്കാൻ, അല്ലെങ്കിൽ എന്താ പറയാ ഈ പറയുന്ന ഡിസാസ്റ്ററിന്റെ ആ ഒരു നെഗറ്റീവ് ഇഫക്റ്റ്, ആഘാതം, അത് കുറയ്ക്കാനും ഇല്ലാതാക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ ലോക്കൽ ലെവലില് ഓൾ ദ പ്രിപ്പറേഷൻസ് ഷുഡ് ബി ഡൺ. എല്ലാ രീതിയിലും നല്ല രീതിയിൽ ലോക്കൽ ലെവൽ. നമുക്കറിയാം ഇപ്പൊ ഇവിടെ ഈ പ്രദേശത്ത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും അകലെ കിടക്കുന്ന ആശുപത്രിയിലേക്കല്ല ആ ഡിസാസ്റ്ററിൽ നിന്ന് ആൾക്കാരെ എടുത്തുകൊണ്ട് എന്താ പറയാ അവിടെ നിന്ന് എടുത്ത് വേഗം ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത് ലോക്കൽ ഹോസ്പിറ്റൽസ് ആണ്, ലോക്കലി അവരാണ് ഏറ്റവും കൂടുതൽ അതില് ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലാക്കി വേഗം ഒന്ന് തമ്പിട്. ഓക്കെ, സോ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഞാൻ പറയാം. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഈ പാരഗ്രാഫ്, അതായത് നമ്മൾ ബുള്ളറ്റ് ഇട്ട് എഴുതിയതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്തത് നെക്സ്റ്റ് പാരഗ്രാഫ്, ഒരു കുഞ്ഞു പാരഗ്രാഫ് കിടക്കണ്ട, അത് ഫുള്ള് മച്ച് ക്യാൻ ബി ഡൺ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. എന്തിന്? to prevent and reduce the negative impact of disasters on health at the local level during the various stages in evolution of a disaster. ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിന്റെ പല സ്റ്റേജസിലും ഉണ്ടാകുന്ന പല രീതിയിലുള്ള കാര്യങ്ങളും, നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് കുറയ്ക്കാനും ഇല്ലാതാക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? മനസ്സിലായല്ലോ?
സംഭവമൊന്നും കാണുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് ഫേസസ് ഓഫ് ഡിസാസ്റ്റർ ആണ്. ഫേസസ്. ഇനി ഡിസാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട ചില തലങ്ങളാണ്. അത് അവിടെ ഒരു എന്താ പറയാ ഒരു ഇതുപോലെ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു ഡിസാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട തലങ്ങൾ? എന്തൊക്കെയാ ഡിസാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട തലങ്ങൾ? ഒരു ഇത് കാണിച്ചിട്ടുണ്ടോ? ഗ്രാഫിക്കൽ പ്രസന്റേഷൻ പോലെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രിപ്പയർഡ്നെസ് ആദ്യം അല്ലെ, ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരുങ്ങുക, അതിന് റെസ്പോണ്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നോക്കി കൈങ്ങോട്ട് നോക്കിയെന്ന ഒരു കാര്യം നടക്കില്ല. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഈച്ച് ആൻഡ് എവരി വൺ. ഹോസ്പിറ്റൽസും ഹോസ്പിറ്റലിന് ഈ പറയുന്ന കാര്യങ്ങളിൽ സഹായിക്കുന്ന പുറത്തുനിന്നുള്ള പബ്ലിക്കിൽ നിന്നൊക്കെ ഒത്തിരി സഹായങ്ങൾ കിട്ടും. ആ ഒരു റിലീഫ് പ്രോഗ്രാമിന് അവരെന്താ പറയാ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി റിലീഫ് പ്രോഗ്രാമുകളൊക്കെ നടന്നില്ലേ? ദുരിതാശ്വാസം. അതന്നെ, ദുരിതാശ്വാസ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് വോളണ്ടിയേഴ്സ് സ്വമേധയാ അങ്ങനെ വരും. സന്നദ്ധരായിട്ടുള്ള ചില എന്താ പറയാ സാമൂഹ്യ പ്രവർത്തകർ പോലെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഇവിടെ ഫ്ലഡ് ഉണ്ടായപ്പോ ഒരുപാട് ഫിഷർമെൻ, അതായത് എന്താ പറയാ ബോട്ടിലൊക്കെ മീനൊക്കെ പിടിക്കാൻ പോകുന്ന ആൾക്കാർ അവരുടെ ബോട്ടുകളുമായിട്ടാണ് വന്നത് രക്ഷിക്കാനായിട്ട്. ബോട്ട്, വഞ്ചി, അങ്ങനെയുള്ള സാധനം, വലിയ വഞ്ചി, പിന്നെ ബുദ്ധി തെറിപ്പിക്കുന്ന ബോട്ട്, മറ്റു ബോട്ട് ഒക്കെ ആയിട്ട് നമുക്ക് സഹായം തരാനായിട്ട്, ഫുഡായിട്ടും നമ്മളെ രക്ഷിച്ച ഒരു സ്ഥലത്ത് നിന്ന് വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഒരുപാട് അങ്ങനത്തെ വാർത്തകളിലൂടെയും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതില് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. അവർ ചെയ്യട്ടെ ഇവരും ചെയ്യട്ടെ എന്ന് നോക്കിക്കാൻ പറ്റും. ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാനും ഒക്കെ ആണെങ്കിലും എല്ലാത്തിനും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിന് റെസ്പോണ്ട് ചെയ്യാം. പിന്നെ അതിൽ നിന്നുള്ള റിക്കവറി ഒരു എന്താ പറയാ ഒരു സർക്കുലർ ഡയഗ്രാം പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം കേട്ടോ. അപ്പൊ അതിൽ നിന്ന് റിക്കവറീസ്, അതായത് ആ ഒരു റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരെ അതിൽ നിന്ന് റിക്കവർ ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഇനി അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ്. പിന്നെ മിറ്റിഗേഷൻസ്. മിറ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കുക. അതായത് ആ ഡിസാസ്റ്ററിന്റെ ആഘാതം, അതിന്റെ സീരിയസ്നെസ്സിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ മീൻസ് ടു റെഡ്യൂസ്, കുറയ്ക്കാനുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ ഡിസാസ്റ്ററിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഡിസാസ്റ്ററിന്റെ ആ ഫേസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ചാർട്ട് അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന്. ആ ഒരു ഫ്ലോ നിൽക്കുന്നില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ആരോമാർക്ക് ഇങ്ങനെ സർക്കുലർ മോഷനിൽ പോയേക്കണേ. മനസ്സിലായോ? പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ്, റിക്കവറി, പ്രിവെൻഷൻ, മിറ്റിഗേഷൻ. അത് ഇങ്ങനെ ഒരു ആ ഡിസാസ്റ്റർ ഒക്കെ ഇപ്പോഴൊക്കെ ഒക്കെ ചെയ്യുന്ന ആ ഒരു ഫ്ലോ ഇങ്ങനെ അതിന്റെ ആ ഒരു ആഘാതം ഒട്ടും തന്നെ ഇല്ലാതെ ആകുന്നത് വരെ ഇതിങ്ങനെ ബി സർക്കുലേറ്റഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതങ്ങനെ ആ ഒരു സർക്കുലർ മൂവ്മെന്റിലുള്ള ഒരു ചാർട്ട് പോലെ തന്നിരിക്കുന്നത്. ഫേസസ് ഓഫ് ഡിസാസ്റ്റർ. ഓക്കെ, ഇനി ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ട ചില കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹൗ വി വിൽ ഡു, ഇതെങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിസോഴ്സസ്. അവിടെ ഏതൊക്കെ എന്താ പറയാ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമുക്ക് ആവശ്യം വേണ്ട വിഭവങ്ങൾ ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞപ്പോ ആ ഫ്ലഡിൽ ഒരുപാട് വെള്ളത്തിൽ നിന്ന് ഇനി എങ്ങനെ തിരിച്ച് നമ്മൾ ഏതെങ്കിലും മനുഷ്യന്മാരുള്ള സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ അപ്സ്റ്റേഴ്സിലൊക്കെ പോയി. ചില ആളുകൾ അവിടെ കുടുങ്ങിപ്പോയി. കാരണം പരിസരത്തൊന്നും ഒരു വീടുകളില്ല. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഒന്ന് ഒച്ച വെച്ചാൽ ആരും തന്നെ എത്താനില്ല. ആ രീതിയിൽ ചില ആൾക്കാര് എന്താ പറയാ ഒരു നമ്മൾ പറയില്ലേ ഈ ഡെസേർട്ടഡ് ആയിട്ടുള്ള സ്ഥലം, മരുഭൂമി പോലെ എന്ന് പറയുമ്പോൾ മണലാരനും ചുറ്റും, അതുപോലെ ഇവിടെ വെള്ളം ചുറ്റും. അപ്സ്റ്റേഴ്സിൽ കുടുങ്ങിപ്പോയ കുറച്ച് ഫാമിലീസ് ഒക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവര് വിചാരിച്ചു താഴെ വെള്ളം, അപ്പൊ നമുക്ക് അടുത്ത സ്റ്റേഴ്സ് ഉണ്ട്, അപ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടേക്ക് പോയില്ലേ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ നിലയിൽ താമസിക്കാം, കുഴപ്പമില്ല. പക്ഷെ വെള്ളം ഇങ്ങനെ ബാക്കിയുള്ള നിലകളൊക്കെ ഒറ്റ നിലയുള്ള വീടുകളിലെ ആളുകളൊക്കെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ വെള്ളം വന്നപ്പോഴേക്കും അവരൊക്കെ വേഗം തന്നെ അടുത്തടുത്ത് ഹൈ ആയിട്ടുള്ള സ്ഥലത്ത് വെള്ളമില്ലാത്ത സ്ഥലത്തേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്തു, ഈ പറയുന്ന ബഹുനില കെട്ടിടങ്ങളുള്ളവര്, അവിടെ പെട്ടുപോയവര്, ആ വീട്ടുകാർ അവിടെ പെട്ടു. അപ്പൊ അവര് ഇപ്പൊ പേടിക്കും. പിന്നെ അവര് ആണെങ്കിൽ ഫോൺ വർക്ക് ചെയ്യുന്നില്ല, മറ്റു കാര്യങ്ങൾ. അപ്പൊ ഈ എന്താ പറയാ ഈ പറയുന്ന ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റിലീഫിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ വഞ്ചിയും അല്ലെങ്കിൽ ബോട്ടുമായിട്ട് ഓരോ വീടുകളുടെയും ചുറ്റും പോയിട്ട് ഇങ്ങനെ നടന്നു, അല്ലെങ്കിൽ അവരുടെ വഞ്ചിയോ ബോട്ടുമായിട്ടൊക്കെ നടന്നു. ആളുകളെ എവിടെയെങ്കിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനും അവരെ തിരിച്ചു പിടിക്കാനും അങ്ങനെ ഒരുപാട് പേരെ കണ്ടെത്തി. ചില ആളുകളെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഹെലികോപ്റ്റർ വന്നിട്ട് തിരിച്ചു കൊണ്ടുപോയി.
അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അതൊന്നും കഥയല്ല, അതെല്ലാം യാഥാർത്ഥ്യമാണ്. അപ്പൊ വാട്ട് എവർ റിസോഴ്സസ് അവൈലബിൾ, ഇവരെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിന് വേണ്ട അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വേണ്ടേ? അത് നേരത്തെ കിട്ടാൻ പറ്റി ഹെലികോപ്റ്റർ വേണം. ആളുകൾക്ക് പല സ്ഥലങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവർക്ക്, അവർക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടാകാം, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റാത്തവരുണ്ടാകും. ഷുഗർ പേഷ്യൻസിന് കൃത്യതയോടെ ഭക്ഷണം കഴിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ ഇവറ്റകൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ സംഭവിച്ചാൽ അപ്പോഴും ആളുകൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് മരിച്ചു പോകും. മരണങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അതിനേക്കാൾ ഭയാനകമാണ്. ഓക്കെ, ആളുകൾ ഇങ്ങനെ വെറുതെ മരിച്ചു വിലോട്ട് കിടന്ന് ഹോസ്പിറ്റലിൽ ഇല്ല, കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പറ്റുന്നില്ല, അതിന് കൊണ്ടുപോകാനുള്ള സാധ്യതകളില്ല, മാർഗങ്ങളില്ല. വാട്ട് ക്യാൻ വി ഡു? എന്ത് ചെയ്യും? അപ്പൊ അതിനേക്കാൾ വലിയ ഭയാനകമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പൊ ഒരു റിസോഴ്സസ് അവിടെ എന്തൊക്കെയാണ് അതിന് അടിസ്ഥാനത്തില്, പിന്നെ മാത്രമല്ല ഇതിനെല്ലാം പ്രവർത്തിക്കാൻ പറ്റിയ അധികാരികൾ, അതും അവരും കൃത്യമായിട്ട് then only നമുക്ക് ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സിനെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡിസാസ്റ്ററിൽ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഇനി താഴെ പറയുന്നത്. എന്തൊക്കെയാണ്? പ്രീ ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട തലങ്ങളിൽ ഈ തലങ്ങളെ എങ്ങനെ പ്രത്യേക രീതിയിൽ തരംതിരിച്ചിരിക്കാം. ആ തലങ്ങളെ തരംതിരിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് വൺ പ്രീ ഡിസാസ്റ്റർ ഫേസ്, അതായത് ഡിസാസ്റ്ററിന് തൊട്ട് മുന്നുള്ള തലം. നെക്സ്റ്റ് വൺ അലർട്ട് ഫേസ് ആണ്. അലർട്ട് എന്ന് വെച്ചാൽ വാർണിംഗ് ആണ് കേട്ടോ. അലർട്ട് ആകുക, എല്ലാവരും വളരെ എന്താ പറയാ അർത്ഥം അലർട്ടിന്റെ അലർട്ട് ആയിട്ടിരിക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് അടുത്തത് ഇമ്പാക്ട് ഫേസ് ആണ്, അതായത് ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള സമയം, അതാണ് ഇമ്പാക്ട്, അതിന്റെ ഇമ്പാക്ട്. പിന്നെ പോസ്റ്റ് ഇമ്പാക്ട്, ജാഗ്രത, അതെ വെരി ഗുഡ്. അലർട്ടിന്റെ മലയാളം എനിക്ക് കിട്ടിയില്ല പെട്ടെന്ന്. പോസ്റ്റ് ഇമ്പാക്ട്, അതായത് നമ്മുടെ ഡിസാസ്റ്റർ ഒക്കെ കഴിഞ്ഞു, അതിനുശേഷം കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള അതിന്റെ ആ ഒരു തലം, മനസ്സിലായോ? ആൻഡ് ലാസ്റ്റ് വൺ റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ്. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം തിരിച്ചു പിടിക്കണം. നമുക്ക് എന്ത് ചെയ്യണം? ഡിസാസ്റ്റർ കൊണ്ടുണ്ടായ എല്ലാ നഷ്ടങ്ങളെയും നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യണം, കുറെ ആൾക്കാരെ പുനരധിവസിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഡിസാസ്റ്ററിന്റെ ഫേസുകളെ ഈ പറയുന്ന 5 രീതിയിൽ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെയാണത്? പ്രീ ഡിസാസ്റ്റർ ഫേസ്, അലർട്ട് ഫേസ്, ഇമ്പാക്ട്, പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ്. അപ്പൊ ഇതെന്താണ് ഈ ഓരോ ഫേസിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം, ഈ 5 പോയിന്റ് കേട്ടോ. ഡിഫറെന്റ് ഫേസസ്, ഡിസാസ്റ്ററിന്റെ ഡിഫറെന്റ് ഫേസസ് ആണ്. പ്രീ ഡിസാസ്റ്റർ ഫേസ്, അലർട്ട് ഫേസ്, ഇമ്പാക്ട് ഫേസ്, പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ്. അതിൽ ഒരെണ്ണത്തിന്റെ പോസ്റ്റ് ഇമ്പാക്ടിന്റെ ആ സ്പെല്ലിംഗില് POSTIMP എന്നുണ്ട് കേട്ടോ. പി ആണത്. പിയുടെ എന്തോ ഒരു വൈകല്യം സംഭവിച്ച പോലെ ഇരിക്കുന്നത്. പിക്ക് ഉണ്ടാ? നിങ്ങളുടെ ഉണ്ടാ? എന്റെ നോട്ടിലാണ്. നിങ്ങളുടെ കറക്റ്റ് ആണോ? ഹലോ, ഉറങ്ങിപ്പോയോ എല്ലാവരും? ഇല്ല, നിങ്ങൾ അലർട്ട് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പഠിക്കുന്നതിൽ അലർട്ട് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മള് കറക്റ്റ് അല്ല, ഒന്ന് കറക്റ്റ് ആക്കിയേ. അത് പി എന്നാണ്, അത് അക്ഷരം മാറി എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. അതായത് നമ്മുടെ ഇതിനകത്ത് വേണ്ട ഒരു അക്ഷരമല്ല, അൽഫബറ്റിൽ വരുന്ന ഒരു അക്ഷരമല്ല. അല്ലാതെ നമ്മൾ അതിനെ കണ്ടിട്ടുണ്ട് എവിടെയും കണ്ടൊക്കെ. പഠിച്ചിട്ടുണ്ടോന്നാവോ? ഡിഗ്രി പഠിച്ചപ്പോഴൊക്കെ ഇക്കണോമിക്സിലോ ഒക്കെ എവിടെയും കണ്ടൊക്കെ കണ്ടെത്തുന്ന ഒരു സിമ്പിളാണ്. കണ്ടിട്ടുണ്ടല്ലോ? യെസ് കണ്ടിട്ടുണ്ട് നമ്മള്. അതെന്തെങ്കിലും ആവട്ടെ, അവിടെ ഇരിക്കട്ടെ. മാത്സിലും ഉണ്ട് അല്ലെ? മാത്സില് ചില ഇക്വേഷൻസിൽ, അതുപോലെ തന്നെ ഇക്കണോമിക്സിലും ഒരു ചില ഇക്വേഷൻസിലൊക്കെ നമ്മൾ ഈ ഒരു സാധനം ഇടാറുണ്ട്. ഓക്കെ, whatever it may be. അപ്പൊ നമ്മൾ ഓരോ ഫേസ് നോക്കാം. പ്രീ ഡിസാസ്റ്റർ ഫേസ്, അതായത് ഡിസാസ്റ്ററിന് തൊട്ട് മുന്നിലുള്ള ഫേസ് ആണ്. ഈ ഒരു ഫേസില് നമ്മൾ എന്താ പറയാ, ബിഫോർ എനി ഡിസാസ്റ്റർ occur, the most important thing is that the people should be trained how they can be prepared, and also they have to make some planning for the programs to reduce the effect of disaster. അതായത് പറ്റുമെങ്കിൽ ഇതുപോലെയുള്ള ഡിസാസ്റ്ററുകൾ ഉണ്ടാകുമ്പോൾ ആ ഡിസാസ്റ്ററുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രോഗ്രാമുകൾ ഉണ്ടാക്കുക, ചില ആളുകളെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ ഇതുപോലെ കാണാറുണ്ട്. ഇപ്പൊ ചില ഒരു ദുരന്തം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കറിയാം
ഫയർ ഒക്കെ ഉണ്ടാകുന്നു. ചില വലിയ വലിയ ഇൻഡസ്ട്രീസിലോ വലിയ വലിയ ഫാക്ടറീസിലോ മറ്റ് ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പൊ വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻ സ്കൂളുകളിലോ എവിടെയെങ്കിലും ഈ ഫയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഹൗ ക്യാൻ ബി എസ്കേപ്പ് ഫ്രം ഇറ്റ്? അത്തരം ഫയർ ഉണ്ടാകുമ്പോൾ കൂട്ടത്തോടെ ഒരു വാതിലുണ്ടാവും, അതിൽ കൂടി എത്ര പേർക്ക് പോരാൻ പറ്റും അല്ലെ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പുറത്തേക്ക് കിടക്കേണ്ടത്, ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ചില ഡെമോകളൊക്കെ ട്രെയിനിങ് ഒക്കെ ആളുകൾക്ക് കൊടുക്കുക. അപ്പൊ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞിട്ടല്ല ഇത് കൊടുക്കണ്ടേ, അതിനു മുമ്പ് പറ്റുമെങ്കിൽ പോസിബിൾ എന്നാ പറഞ്ഞേക്കണേ. ഓരോ കമ്മ്യൂണിറ്റിയെയും ഒരു ഡിസാസ്റ്ററിന്റെ ആ തീവ്രത അത് ആദ്യം തന്നെ ബോധ്യപ്പെട്ടെ. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് അവരുടെ ജീവന ഭീഷണിയാണ്, ജീവൻ അപകടം വരും എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും ഈവൺ ഇഫ് പോസിബിൾ അവരെ ട്രെയിൻ ചെയ്യുക. ഈ പറയുന്ന കാര്യം നടന്നാൽ യു ഹാവ് ടു ഡു ലൈക്ക് ദിസ്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർക്ക് ഡെമോ ആയിട്ട് കാണിച്ചു കൊടുക്കുക, അവരെ ട്രെയിൻ ചെയ്യുക. അതാണ് നമുക്ക് ഈ പറയുന്ന ഒരു സ്റ്റേജിൽ, അതായത് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഈവൺ ഇഫ് വി ഗെറ്റ് ഹെൽപ്പ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്, നമുക്ക് പല സ്ഥലത്തു നിന്നും ഈ പറയുന്ന ഡിസാസ്റ്റർ ഉണ്ടാകുന്ന പല ആളുകളിൽ നിന്നും പുറത്തുനിന്നൊക്കെ നമുക്ക് ഹെൽപ്പൊക്കെ കിട്ടും. പക്ഷെ ആ ഹെൽപ്പ് കിട്ടുമെന്ന് മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത്. അവരോട് ഓരോ ആളുകളെയും എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്ററുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു ഗൈഡൻസ്, ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുക. അല്ലാതെ എന്തെങ്കിലും ഇത് ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അപ്പുറത്തുനിന്ന് ആൾക്കാർ വരും, നമ്മളെ രക്ഷിക്കും അല്ലെ. എല്ലാ കൊല്ലവും വെള്ളപ്പൊക്കം വരുമ്പോ മറ്റേ മീൻപിടുത്തക്കാർ അല്ലെങ്കിൽ ബോട്ടൊക്കെ ആയിട്ട് അവർ വന്നോളും. അപ്പൊ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരുപാട് എന്താ പറയാ ബോട്ടും ഇതൊക്കെ ഉണ്ട്, ചെറായി ഒക്കെ ഉള്ള സ്ഥലത്ത് ഓരോന്നോളം നമ്മൾ രക്ഷിക്കും. ശരി, ഓക്കെ, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിലും വാട്ട് വി ക്യാൻ ഡു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ, അതിനെ ഫേസ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആളുകൾക്ക് പറ്റുമെങ്കിൽ കൊടുക്കുക. അതാണ് നമ്മൾ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ ആ സെന്റൻസ്? A community must assess risk before a disaster strikes, train the people to be prepared and plan programs to avert disaster if possible. പറ്റുമെങ്കിൽ ഡിസാസ്റ്ററുകളെ ഇല്ലാതാക്കാനും കുറയ്ക്കാനും പറ്റിയ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുക, ആളുകൾക്ക് ട്രെയിൻ കൊടുക്കുക. ഇതൊക്കെ എപ്പോഴാണ്? ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ അറിയണം, ഓരോ സമൂഹവും അറിയണം. അപ്പൊ എന്ത് ഡിസാസ്റ്ററും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളപ്പൊക്കം ഇതുവരെ നമ്മുടെ ഡിക്ഷണറിയിലേ ഇല്ല, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു സാധ്യത. പക്ഷെ 2018 കഴിഞ്ഞപ്പോ തുടങ്ങി എപ്പോ വേണമെങ്കിലും വെള്ളപ്പൊക്കം നമുക്ക് വരാം, ഏത് മഴക്കാലത്തും അല്ലെ. വലിയൊരു എപ്പിഡമിക് രോഗം പരന്നു 2020-21 ഏതായിരുന്നു? കൊറോണ. നമ്മൾ വിചാരിച്ചിരുന്നു ചില രാജ്യത്തൊക്കെ ആ രീതിയിൽ എന്താ പറയാ രോഗങ്ങളുണ്ട്, ഈ രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ കേട്ടപ്പോഴൊക്കെ നമ്മൾക്ക് കഥകൾ മാത്രമായിരുന്നു. പക്ഷെ അതും നമ്മൾ ഫേസ് ചെയ്തു. അപ്പൊ വീണ്ടും രോഗങ്ങൾ വീതമുള്ള ആ രോഗങ്ങളെ പോലെയുള്ള ചില ഡിസാസ്റ്റർ, ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയെ മുഴുവൻ രോഗം ബാധിച്ചാൽ അതൊരു ദുരിതം തന്നെയാണ് അല്ലെ. ഒരു പ്രത്യേക സമൂഹത്തെ, ഒരു പ്രത്യേക നാട്ടിലോ എന്തെങ്കിലും ഒരു എപ്പിഡമിക്, ഒരു പകർച്ചവ്യാധി രോഗം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോ അവർക്ക് മാത്രമല്ല, അതിന്റെ ആഫ്റ്റർ എഫക്ട് തൊട്ടടുത്തുള്ള നാടുകളിലേക്കും അത് വ്യാപിക്കും. ഒരുപാട് പേര് ഇവിടെ മരിച്ചു വീഴും, ഇവിടെ രോഗം കൊണ്ട് മരിച്ചു വീഴുമ്പോ ഇതുങ്ങളൊക്കെ എന്താ പറയാ പറക്കി കൂട്ടി നമ്മൾ സാധാരണ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഫോർമാലിറ്റീസിലൊക്കെ അത് തന്നെ ഫോർമാലിറ്റീസ് കൊണ്ടൊക്കെ നമ്മൾ നടത്തിയിരുന്ന ചടങ്ങുകളൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ മരിക്കുമ്പോ ഒക്കെ കുറിച്ചിരുന്നത് പോലെ പറ്റില്ല. എല്ലാവരും കൂടി നമ്മൾ കൊറോണ വന്നപ്പോ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കണ്ടു, സങ്കടകരമായ കാഴ്ചകൾ അല്ലെ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ലാസ്റ്റ് സാക്രമെന്റ് അല്ലെ, അവസാനം കൊടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. മരിച്ചു പോകുന്ന ആളുകൾക്ക് അവർ പോകുന്ന സമയത്ത് അവർക്ക് ആ ഈ ഭൂമിയിൽ അത്രയും നാളും ജീവിച്ചതിന്റെ കർമ്മഫലമോ പാപഫലമോ ഒക്കെ ഇല്ലാതാക്കാനും അവർക്ക് മോക്ഷം കിട്ടാനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നടപടികൾ ഒന്നുമില്ലാതെ ഒരുപാട് പേരെ ഒരുമിച്ചൊക്കെ കൊണ്ടുപോയി ഇതിനകത്തുണ്ട് അല്ലെ. നമ്മളത് കണ്ടു. ഈ വയനാട്ടിലുണ്ടായ ദുരന്തത്തില് നമുക്കറിയാം, അവിടെയും ഇപ്പോഴും ചില ആളുകളുടെ ബോഡീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, കിട്ടിയിട്ടില്ല. എല്ലാം ഈ മണ്ണിനടിപ്പെട്ട് ഇങ്ങനെ എടുക്കും അല്ലെ, കുറെയൊക്കെ അവിടെ തന്നെ. ഇതൊക്കെ നമ്മൾ നടപടികൾ സ്വീകരിക്കാതെ അങ്ങനെ ചെയ്തു. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കൂട്ടി ഇങ്ങനെയുള്ള ഡിസാസ്റ്ററുകളൊക്കെ അപ്പൊ വന്നപ്പോഴും നമുക്ക് മനസ്സിലാണ് ഇങ്ങനെയൊക്കെ വരുമെന്ന് എപ്പോഴും നമ്മൾ അലർട്ടായിരിക്കും. ഇന്ന് ഈ സാഹചര്യങ്ങളിലും ഇങ്ങനെ ഒരു എൻവയോൺമെന്റിലും ജീവിക്കുന്ന നമുക്ക് ഇനി ഓരോന്നിനും നമ്മൾ അലേർട്ടായിട്ടിരിക്കണം.
മനസ്സിലായോ? അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ സ്വയം പ്രിപ്പയർഡ് ആക്കുക. അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ കമ്മ്യൂണിറ്റി സ്വീകരിക്കണം. ഏത് സമൂഹമായാലും അത് സ്വീകരിക്കണം എന്നാ പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഡു ദീസ് നമുക്ക് നമ്മളുടേതായ റിസോഴ്സസ് ഉപയോഗിച്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. പക്ഷെ എങ്കിലും വിൽ ഗെറ്റ് എക്സ്റ്റേണൽ ഹെൽപ്പ്. തീർച്ചയായിട്ടും പുറത്തുനിന്ന് സഹായം വരും. പുറത്തെ ആൾക്കാർ ആരും കരിങ്കൽ ഹൃദയമുള്ളവരല്ല. ഇപ്പൊ വയനാട്ടിലൊക്കെ ഈ ദുരന്തമൊക്കെ ഉണ്ടായപ്പോ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പോയി. ലോറിയിലൊക്കെ ആയിട്ട് ഒത്തിരി ഫുഡ് ഐറ്റംസും മറ്റു കാര്യങ്ങളും അവർക്ക് ഡ്രസ്സും ഒക്കെ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് ഓരോ സംഘടനകൾ വഴി നമ്മളുടെ ആളുകളൊക്കെ ചെയ്തു കൊണ്ടുപോയി കൊടുത്തു അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ആ എക്സ്റ്റേണൽ ഹെൽപ്പ് മാത്രം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരു നാടും ജീവിക്കരുത്. ഇതെല്ലാവരും അതിനു വേണ്ടി പ്രിപ്പയർഡ് ആകണം. സോ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. അതാണ് ഈ ഒരു പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ ആൻഡ് അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം whatever risk is there. ഇതിനകത്ത് നമുക്കറിയാം ഈ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആളുകളെ ട്രെയിൻ ചെയ്യിക്കുന്നത്? ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ നേച്ചർ. അതായത് ഒത്തിരി ലോക്കൽ ആയിട്ടുള്ള റിസ്കുകൾ നമ്മൾ ഈ നേച്ചറിൽ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ളത് ആളുകളെ മനസ്സിലാക്കാനും ആൻഡ് ഓൾസോ ഹൗ ക്യാൻ ബി റെസ്പോണ്ട് പ്രോംപ്റ്റ്ലി. ആ ഒരു പർട്ടിക്കുലർ ഈ സമയത്ത് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും പ്രോംപ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എത്രയും പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ എയിം. ഈ പറയുന്ന പ്രീ ഡിസാസ്റ്റർ ഫേസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ കമ്മ്യൂണിറ്റിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മേക്ക് ദം അവെയർ ഓഫ് ദ നേച്ചർ. പർട്ടിക്കുലർ ആയിട്ടുള്ള ലോക്കൽ റിസ്കുകളെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതിന് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് അറിയിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം, ഡെമോൺസ്ട്രേഷൻസ് കൊടുക്കാം ടു മിറ്റിഗേറ്റ് ഓർ ടു റെഡ്യൂസ് ദ ഇഫക്റ്റ് ഓഫ് ഡിസാസ്റ്റർ. ഇങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള ഡെമോസ് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ഡിസാസ്റ്ററിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സാധിക്കും. പെട്ടെന്നാണ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകണമെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, വലിയ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് കൊണ്ടുവരിക. ദാറ്റ് വിൽ ഇൻക്രീസ് ഡെത്ത്. And also it will increase injured people, and also we will not have necessary resources. നമുക്ക് ആവശ്യത്തിന് റിസോഴ്സസ് ഉണ്ടാവില്ല. പെട്ടെന്നാണ് ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടാകുന്നു, ആരും പ്രിപ്പയർഡ് അല്ലെങ്കിൽ എന്ത് പറ്റും, മരണനിരക്ക് കൂടും. നമുക്ക് ആവശ്യത്തിന് റിസോഴ്സ് ഇല്ല. കാരണം എന്താ, നമ്മളതൊന്നും സ്വരൂപിച്ചില്ല. ഡിസാസ്റ്റർ വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്നിട്ടില്ല. അതാണ്, നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല. സഡൻ അറ്റാക്ക് ഓഫ് ഡിസാസ്റ്റർ ബ്രിങ്സ് മോർ ഡെത്ത്. കൂടുതൽ മരിക്കും, ആളുകളുടെ മരണനിരക്ക് കൂടുതലായിരിക്കും, റിസോഴ്സസും നമുക്ക് റിലീഫിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസും ഉണ്ടാവില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? റിസ്ക് അസസ്മെന്റ് ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതില് ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. The aim is to make people both aware of the nature of particular local risk. Local എന്നാണത് risk and ready to respond promptly. ആളുകൾക്ക് ബോധ്യം വരുത്താനാണ്. അതായത് അവരുടെ പ്രകൃതിയുടെ ഈ മാറ്റങ്ങൾ, ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള റിസ്കുകളെ കുറിച്ച് ബോധ്യപ്പെടുത്താനും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള എയിം എന്ന് പറയുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസിന്റെ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? 16 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. 16 പേർക്ക് മനസ്സിലായോ? ഓരോരുത്തരോട് ചോദിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടില്ല. എന്നാലും നിങ്ങളൊന്ന് മനസ്സിലായെന്ന് ചോദിക്കുമ്പോ നോക്കിയെന്ന് വയസ്സെന്നൊക്കെ ഒന്ന് പറയേ അവിടെ ഇട്ട്. അപ്പോഴാണ് നമുക്കൊരു എനർജി നമുക്ക് കിട്ടുള്ളൂ പറയാനായിട്ട്. മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഉറക്കം തൂങ്ങാതെ അവിടെ കേട്ടോണ്ടിരിക്കേണ്ടത് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ആസ് വി സെഡ് ഏർലിയർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, വെരി ഗുഡ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ when a disaster occurs, the local hospital have to play an active role. നമ്മുടെ ഒരു ഡിസാസ്റ്റർ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തുള്ള ആ ലോക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റൽസിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പറയാ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൂരെയുള്ള ഹോസ്പിറ്റൽസ് അല്ല. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു എന്താ പറയാ നമ്മളുടെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഒക്കെ ചെയ്താൽ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്. ആ ഭാഗത്തുള്ള ഹോസ്പിറ്റൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആക്ട് ആയിട്ട് പ്രവർത്തിക്കുന്നത്. കൊണ്ടുവരുന്ന രോഗികളൊക്കെ വേഗം സ്വീകരിക്കാനും അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ വേഗം കൊടുക്കാനും. അപ്പൊ എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽസ് ഷുഡ് ബി പ്രിപ്പയർഡ്. അപ്പൊ ഹോസ്പിറ്റൽസ് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം.
സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ഒരു ദിവസം 10,000 ആളുകൾ പേഷ്യൻസ് വന്നു പോകുന്നുണ്ട്, 10,000 ചിലപ്പോ കുറെ പേരൊക്കെ കിടത്തി ചികിത്സിക്കുന്നുണ്ട്. അത് അവിടെ എന്താ പറയാ എല്ലാ ദിവസവും റുട്ടീനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നും പുറമെയാണ്, ഇതിൽ നിന്നും കൂടുതലായിട്ടാണ് ഈ ഇത്തരം ഡിസാസ്റ്റേഴ്സില് പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അപ്പൊ സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ കാണാം എത്രത്തോളം തിക്കും തിരക്കും ഒക്കെ അവിടെ ഉണ്ടെന്ന്. നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് കാലത്ത് പോയി വീട്ടിലെത്തുമ്പോഴേ ചിലപ്പോൾ വൈകുന്നേരം ആകും. അപ്പൊ അവിടെ പലതരത്തിലുള്ള കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെ കഴിഞ്ഞ് കടമ്പകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തുന്നു. അപ്പൊ അത്രയും ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ ദർ അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതവരുടെ റെഗുലർ റുട്ടീനാണ്. പക്ഷെ ആ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏതെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായ ഒരു 10-500 രോഗികളെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ അതിൽ അവർ പ്രിപ്പയർഡ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ലോക്കൽ ഹോസ്പിറ്റൽസ് ഓൾവേസ് ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഫേസ് ദ ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ, ഡിസാസ്റ്ററുകളെ ഫേസ് ചെയ്യുന്ന അവര് ഫേസ് ചെയ്യുന്നതല്ല, മറ്റ് ആളുകൾ അതിൽ നിന്നും കൊണ്ടുവരുമ്പോൾ റിലീഫിന് വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ അവരെ ഉൾക്കൊള്ളാനും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനും എല്ലാ ലോക്കൽ ഹോസ്പിറ്റൽസും വളരെയധികം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ആൻഡ് ഓൾസോ ആഫ്റ്റർ എഫക്ട്, അതായത് ആഫ്റ്റർ ദ ഡിസാസ്റ്ററിന് ശേഷവും they should be prepared. അവര് ആ ഒരു കോസസ് ഓർ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റർ കുറയ്ക്കാൻ, ഡിസാസ്റ്ററിന്റെ ആധിക്യം അതിന്റെ ആഫ്റ്റർ എഫക്ട് കുറയ്ക്കാനും ഒക്കെ വൃത്തിയായിട്ട് അവര് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത്. സോ ദാറ്റ് ദേ ക്യാൻ എന്താ പറയാ സേവ് എ നമ്പർ ഓഫ് ലൈഫ്സ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, അങ്ങനെ വളരെ പ്രിപ്പയർഡ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ മെനി സർവൈവൽ ഹെൽത്ത്, അതായത് ഒരുപാട് പേരെ അവരുടെ ഹെൽത്തിലേക്ക് സർവൈവ് ചെയ്യിക്കാൻ പറ്റും അല്ലെ, നിലനിർത്താൻ പറ്റും. when they are effectively or efficiently working. ഹോസ്പിറ്റൽസ്, ലോക്കൽ ഹോസ്പിറ്റൽസ് ഇതുപോലെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ട് ഡിസാസ്റ്ററിനെ അഭിമുഖീകരിച്ചാൽ, നല്ല പ്രിപ്പയർഡ് ആയിട്ട് അഭിമുഖീകരിച്ചാൽ ഒരുപാട് ആളുകളുടെ ജീവൻ സംരക്ഷിക്കാനും ജീവനെ തിരിച്ചുപിടിക്കാനും പറ്റും. സംരക്ഷിക്കാൻ മാത്രമല്ല തിരിച്ചുപിടിക്കാനും പറ്റും. മരിക്കാൻ പോകുന്നവരെ ആ മരണത്തിൽ നിന്ന് കൈപിടിച്ച് അവരുടെ ജീവനിലേക്ക് കൊണ്ടുവരാം. അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവരെ സർവൈവ് ചെയ്യിപ്പിക്കാനായിട്ട് അതിനും സാധിക്കും. ലോക്കൽ ഹോസ്പിറ്റൽസ് പ്രിപ്പയർഡ് ആണെങ്കിലും മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഇതെല്ലാം ഹോസ്പിറ്റൽസ് കൃത്യമായിട്ട് ചെയ്യണം. അപ്പോ അതിന്റെ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒറ്റ സെന്റൻസ് ആണ്, പക്ഷെ അതിനകത്ത് 1-2 കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് മീൻസ് ഒരു സെന്റൻസേ ഉള്ളൂ, വലിയ സെന്റൻസ് ആണ് മാത്രം. The local hospitals will have an active role to play both before and after disaster. ഡിസാസ്റ്ററിന് മുമ്പും പിമ്പും ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട് ലോക്കൽ ഹോസ്പിറ്റൽസിന്. ബിക്കോസ് a good state of preparedness may reduce the impact of the disaster. കണ്ടോ, ഒരു നല്ല രീതിയിലുള്ള പ്രിപ്പയർനെസ് ഉണ്ടെങ്കിൽ ഡിസാസ്റ്ററിന്റെ ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല the great number of lives can be saved. ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. Many problems on survival health, അതായത് അതിജീവിക്കുന്ന ആളുകളുടെ ഹെൽത്തിനെ ഒരുപാട് അവരെയും ഡീൽ ചെയ്യാൻ പറ്റും. when the hospitals are active and well organized. എങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽസ് അതിനു വേണ്ടി വെൽ ഓർഗനൈസ്ഡ് ആകണം, ആക്റ്റീവ് ആയിരിക്കണം. ഇങ്ങനെ പോലെ ചത്ത പോലെ ഒക്കെ ഇരുന്നാൽ അത് ശരിയാവില്ല. അപ്പൊ കൊണ്ടുവരുന്ന പേഷ്യൻസ് അയ്യോ ഇത്രയും ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പകച്ചു നിന്നാൽ അവിടെ ചിലപ്പോ ഒത്തിരി ജീവനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? പൊക്കോട്ടെ അടുത്തതിലേക്ക്. യെസ്, ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിലെ മറ്റൊരു കാര്യമാണ് റിസ്ക് അസസ് ചെയ്യണം. അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ട്രെയിനിങ്. നേരത്തെ പറഞ്ഞല്ലോ, പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ. ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് എല്ലാവരെയും ട്രെയിനിങ് കൊടുക്കണം. അതൊരു പ്രിപ്പയർനെസ് ആണ്. എന്നാലാണ് സക്സസ്ഫുള്ളി വി ക്യാൻ ഡീൽ വിത്ത് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിനെ നമുക്ക് വളരെ വിജയകരമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ്, ഒരുങ്ങുക, അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കണം എപ്പോഴും. നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇരിക്കണം എന്നാണോ? അല്ല, നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങിയിരിക്കണം. ഇതൊന്നും വന്നാൽ ഞങ്ങൾ ഇതൊന്നും എന്താ പറയാ തകർക്കില്ല എന്നുള്ള മൈൻഡുമായിട്ട് ഇരിക്കണം. വെള്ളപ്പൊക്കോ എന്ത് വന്നോട്ടെ, പക്ഷെ ഞങ്ങളെ ഇത് തകർക്കാനോ തളർത്താനോ അതിനൊന്നും സാധിക്കുന്നില്ല എന്ന മട്ടില് റിസോഴ്സസും അതുപോലെ തന്നെ ജനങ്ങളും ആവശ്യത്തിന് റിസോഴ്സസും ആണ്. അതല്ലാണ്ട് നമ്മൾ വലിയ അഹങ്കാരം പിടിച്ചിരുന്ന കാര്യമില്ല. അതിന് വേണ്ട ഈ പറയുന്ന ഡിസാസ്റ്ററിനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള റിസോഴ്സസ്, അതിന് വേണ്ട സൗകര്യമുള്ള ഉപകരണങ്ങളായിക്കോട്ടെ വിഭവങ്ങളായിക്കോട്ടെ എന്താണോ വേണം. വെള്ളപ്പൊക്കം വന്നു,
അപ്പൊ ഭക്ഷണവും ഇല്ല, പക്ഷെ ഭക്ഷണമൊക്കെ നമുക്ക് എത്തിച്ചു തന്നു. അത് ഒരു പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേറെ ആളുകൾക്ക് ആർക്കും അവരവരുടെ എന്തെങ്കിലും വസ്തുക്കൾ കരുതി കൊണ്ടുപോകാനോ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് പോകാനോ കവറിലിട്ട് കൊണ്ടുപോകാനോ പറ്റിയില്ല. ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല, അപ്രതീക്ഷിതമായിട്ടാണ്, ആക്സിഡന്റലി ആണ് സംഭവിച്ചത്. അതുകൊണ്ട് വി വർ നോട്ട് പ്രിപ്പയർഡ്, ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല ഒന്നിനും. അപ്പൊ അതുകൊണ്ട് ഒന്നുമില്ലാത്ത ആൾക്കാരായിട്ട് ഇങ്ങനെ പോയി എല്ലാവരും കൂടി, അല്ലെ? അപ്പൊ കുഴപ്പമില്ല, എല്ലാവരും ഉണ്ടല്ലോ കൂടെ, എവിടെയായാലും എല്ലാവരും കൂടി ഭയങ്കര ഐക്യത്തില്. നോ ഡിസ്ക്രിമിനേഷൻ. അവിടെ ഒരു തരത്തിലുള്ള വിവേചനം ഉണ്ടായില്ല. ഒരു ബെഞ്ച് ഒരു ഡെസ്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ 2-3 പേരൊക്കെ അവിടെ ഇരുന്നു കിടന്നു, അല്ലെ? അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടി. അതാണ് അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. അതാണ് ഒരു ഡിസാസ്റ്ററിനെ നമുക്ക് നല്ല രീതിയിൽ ഫേസ് ചെയ്യാനായിട്ട് ഉള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എയിം ഓഫ് ട്രെയിനിങ് ഇൻ ഡിസാസ്റ്റർ ഫേസില്, ട്രെയിനിങ്ങിന്റെ എയിം എന്ന് പറയുന്നത് ടു ഡെവലപ്പ് ദ സ്കിൽസ്. കുറെ കാര്യങ്ങൾ, കുറെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനാണ്. എന്തൊക്കെ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? നമുക്കിപ്പോ ജോലിക്ക് പോകുമ്പോൾ എന്തൊക്കെ സ്കിൽ വേണം, അതൊക്കെ അതുപോലെയാണോ? അല്ല. ഒരു ഡിസാസ്റ്റർ നമ്മൾ ഫേസ് ചെയ്യണമെങ്കിൽ അതിന് പ്രോപ്പർ പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊക്കെ ഒരുങ്ങണം എന്ന്. ആ ഒരുക്കം അത് എന്തൊക്കെ രീതിയിലാണ് എന്നുള്ളത് താഴെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡെബ്രീസ്. എന്താണ് ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ? അതായത് നമ്മൾ ഇപ്പോ ചില എർത്ത് ക്വേക്ക് ഭൂമികൾക്കൊക്കെ വരുമ്പോ പല സാധനങ്ങളും മൂലിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വീഴും, അല്ലെ? വീഴൂലേ? ആ വീഴുമ്പോ അത് എന്റെ തലയിൽ തന്നെ വീഴുകൊണ്ട് ഞാൻ തലയും കൊണ്ട് തങ്ങിക്കോളാം എന്ന് വിചാരിച്ച് നിൽക്കരുതെന്ന്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പേഴ്സണൽ, അതായത് നമ്മളുടെ വ്യക്തിപരമായിട്ട് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കണം. മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യണം. ഫ്രം ഫോളിംഗ് ഡെബ്രീസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വീഴുന്ന പല വസ്തുക്കൾ, ഭാരപ്പെട്ട സാധനങ്ങളൊക്കെ വീഴുകയാണെങ്കിൽ അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് എല്ലാവരും നോക്കണം. എല്ലാവരും അതിനുവേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, അതൊരു പ്രിപ്പയർനെസ് അല്ലേ? അല്ലാണ്ട് ഇതിങ്ങനെ ഇടിഞ്ഞു വീഴാൻ പോകുമ്പോഴോ അയ്യോ ഇതിന്റെ ഉള്ളിൽ നിറച്ച് സാധനമുണ്ട് ഇതൊക്കെ ഞാൻ എങ്ങോട്ട് മാറ്റി വിചാരിച്ച് നോക്കിയില്ല. ഇത്രയും പെട്ടെന്ന് ലൈഫാണ്. ലൈഫ് ഈസ്, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ എന്താ പറയാ, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് കേട്ടത്, അല്ലെ? മനുഷ്യന്മാരുടെ ആരോഗ്യം അതാണ് ഏറ്റവും വലിയ സമ്പത്ത്, സ്വത്ത്. അത് നല്ലതാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എന്ത് സ്വത്തും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് പണ്ട് പ്രോവർബൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ശരിക്കും യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലെ? നമ്മളുടെ ഹെൽത്ത് ഓക്കെ അല്ല എങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് വേറെ ഒന്നും ഏൺ ചെയ്യാൻ പറ്റില്ല, സ്വന്തമാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സമ്പാദിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഹെൽത്ത് ആണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതാ പറഞ്ഞേക്കുന്നത് ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡെബ്രീസ്. ഫോളിംഗ് ഡെബ്രീസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വീഴാൻ ഇടയുള്ള സാധനങ്ങളിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാം. പിന്നെ അടുത്തത് എന്താ ചെയ്യേണ്ടത്? അടുത്തത് നമ്മുടെ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട മറ്റൊരു സ്കില്ലാണ് പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വൂണ്ടഡ്. ഈ പറയുന്ന പോലെ സ്വയം സംരക്ഷിക്കുക. അതിനുശേഷം ഏതെങ്കിലും എന്താ പറയാ മുറിവൊക്കെ ആയിട്ട് എന്തെങ്കിലും ഡിസാസ്റ്ററിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ, ശരീരത്തിലേറ്റ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അതിൽ രക്ഷപ്പെടുത്താൻ നോക്കുക. മുറിവേറ്റവരെ പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. എന്റെ രക്ഷപ്പെട്ടു ഞാൻ, അപ്പൊ ഞാൻ മാത്രം ഓടി മാറുന്നു, അങ്ങനെയല്ല. നമ്മളുടെ ചുറ്റിലും എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള വൂണ്ടഡ് ഉണ്ടെങ്കിൽ അവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വൂണ്ടഡ്. അത് രക്ഷപ്പെടുത്തുക. ആരാണെങ്കിലും ചെയ്യുക. ട്രയേജ് ഓഫ് ദ വൂണ്ടഡ്. അതിനുശേഷം എന്ത് ചെയ്യുക? വൂണ്ടഡിനെ ട്രയേജ് സോർട്ട് ഔട്ട് ചെയ്യുക. അതായത് മുറിവുകൾ, അതിന്റെ എന്താ പറയാ ആ ഇഞ്ചുറീസ്, വൂണ്ടിന്റെ ഒക്കെ എന്താ പറയാ സീരിയസ്നെസ്, എത്രത്തോളം ഗൗരവമേറിയ മുറിവാണ്, എവിടെയൊക്കെയാണ് മുറിവ് വന്നത്. ഇപ്പൊ കാലിനോ കൈക്കോ ഒക്കെ ചെറിയ മുറിവ്, അതിനേക്കാളും വലിയ മുറിവ്, തലയ്ക്കൊക്കെ വലിയ സാധനം വന്നു വീണിട്ട് വലിയ തലയുടെ ഇഞ്ചുറി. അപ്പൊ ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സോൾവ് ചെയ്ത് ആശുപത്രിയിൽ ഏതിനെ ആദ്യം എത്തിക്കണം? കാലിന്റെ മുറിവുള്ളവരെയല്ല, തലയിലൊക്കെ വലിയ മുറിവുള്ളവർ, അല്ലെ? വലിയ ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ വന്നവരെയൊക്കെയാണ് പെട്ടെന്ന് എത്തിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ആ ഇഞ്ചുറീസിന്റെ ആ വൂണ്ടിന്റെ ആ ഒരു ഇത് നോക്കി ട്രയേജ് നടത്തുക, സോർട്ട് ഔട്ട് ചെയ്യുക. ആരെ? പേഷ്യൻസിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ ഡിസാസ്റ്റർ വിക്ടിംസിനെ, ഇതിനിടയായവരെ പെട്ടെന്ന് തന്നെ തരംതിരിക്കുക. റെസിസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ ഇഞ്ചേർഡ് വിക്ടിംസ്. ഇനി മുറിവേറ്റ ഇരകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? അവരെ എന്താ പറയാ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ പ്രൊവൈഡ് ചെയ്യുക പെട്ടെന്ന് തന്നെ. ട്രയേജ് നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ട്രയേജ് എന്ന് പറയുന്നത് സോർട്ട് ചെയ്ത് ഇഞ്ചുറീസിന്റെ ആ ഒരു ഗൗരവം നോക്കി അതനുസരിച്ചിട്ടുള്ള ഫസ്റ്റ് എയ്ഡും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താ പറയാ ഈ റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുനർജീവനം. പുനർജീവനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടവരാണെങ്കിൽ അത് കൊടുക്കുക. അതൊക്കെ വർദ്ധിപ്പിക്കണം. ആ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് മനുഷ്യന്മാരെ എടുക്കണം.
അതൊക്കെ ചെയ്യണം. ആ സമയത്ത് പകച്ചു നോക്കി നിൽക്കാതെ ഡിസാസ്റ്റർ വരുമ്പോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് നോക്കി നിൽക്കല്ല. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള സ്കില്ല് ആളുകളിൽ വളർത്തിയെടുക്കണം. ആ ട്രെയിനിങ്ങുകൾ കൊടുക്കണ്ടേ ആളുകൾക്ക്. മനസ്സിലായോ? നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളല്ല ഈ പറയുന്നത്. ഇത് നമ്മൾക്ക് ഇത്തരം സ്കില്ലുകളൊക്കെ ഉണ്ടായിരിക്കണം. എന്നാലാണ് വി ക്യാൻ ആക്ട്. നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ ചെയ്യണം അല്ലേ? അപ്പൊ അവർക്ക് എല്ലാവരും ഇതുപോലെ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാം, ഒരു പരിധി വരെ ഒരുപാട് ലൈഫൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എല്ലാവരും അങ്ങനെ ആക്ട് ചെയ്യണം. അല്ലാണ്ട് കുറച്ചാളുകൾ ചെയ്യുന്നു, കുറച്ചാൾക്കാര് പേടിച്ചു മാറി നിൽക്കുന്നു, അത് പറ്റില്ല. Prepositioning of relief supplies needed for the post-impact phase, such as surgical equipment, essential medicines, blankets, tents, etc. ഇനി അതിനുശേഷം ഈ ഡിസാസ്റ്റർ വിക്ടിംസിനെയൊക്കെ മാറ്റി മുറിവേറ്റവരെയൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, അല്ലെങ്കിൽ പുനർജീവനത്തിന് വേണ്ടിയിട്ട് ചെയ്തു, ഹോസ്പിറ്റൽസിൽ കൊണ്ടുവന്നവരെ കൊണ്ടുപോയി. ഇതൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഇമ്പാക്ട് ഫേസ്, അതായത് ഡിസാസ്റ്റർ ഒക്കെ കഴിഞ്ഞു, ഒരുവിധ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു, ഡോക്ടർ ഹോസ്പിറ്റൽസിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ എർത്തുക്വേക്കൊക്കെ ആണെങ്കിൽ അവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇല്ലേ? തിരിച്ചവരുടെ വീട്ടിലേക്ക് തന്നെ പോകാൻ പറ്റില്ല, ആ പ്രദേശം ഇല്ല അവിടെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യാം, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് വേണ്ട എന്താ പറയാ എസെൻഷ്യൽ ആയിട്ട് പല ഉപകരണങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ഇപ്പൊ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ വാങ്ങിക്കണമെങ്കിൽ അവരുടെ ഒന്നും കാശില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യുക, ബ്ലാങ്കറ്റ്, പിന്നെ അത്യാവശ്യം ഇവരെയൊക്കെ ഹോസ്പിറ്റലിലെ ചികിത്സ കഴിഞ്ഞിട്ട് മാറ്റാനായിട്ട് ഇവർക്ക് വീടൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം ഒരു ടെന്റ് പോലെയൊക്കെ ഉണ്ടാക്കി ഇവരെ അധിവസിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വേഗം ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ. പിന്നെ ടെമ്പററി വാട്ടർ സപ്ലൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. താൽക്കാലികമായിട്ടേ കുടിവെള്ളം ഒന്നും കിട്ടുന്ന സാഹചര്യമല്ല. അവർക്ക് വെള്ളം കുടിക്കാൻ മാത്രമല്ല മറ്റു പല പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് വാട്ടർ സപ്ലൈ ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ടു ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റി ചാവേഴ്സ്, അതായത് ഈ എന്താ പറയാ ദുരന്ത നിവാരണ സമയത്ത് ഒരുപാട് ആശ്വാസവുമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അല്ലെ? ദുരിതാശ്വാസ അതോറിറ്റി, ചില സംഘടനകൾ വരും, വോളണ്ടിയേഴ്സ് വരും, ചില ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഈ റിലീഫിനകത്തേക്ക് പങ്കെടുക്കാൻ വേണ്ടി വരും. അങ്ങനെയുള്ള എന്താ പറയാ, അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ടേ ഒരുപാട് പേര് വന്നിട്ട് ചാവോസ് പല എന്താ പറയാ വഴക്കും അടിപിടി എന്ന് പറഞ്ഞില്ലല്ലേ, നിന്റെ ഉത്തരവാദിത്തം എന്റെ ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ പറയുമ്പോ അതിന്റെ ഇരകളാകുന്നത് ഈ വിക്ടിംസ് ആണ്, ഡിസാസ്റ്റർ വിക്ടിംസ് തന്നെയായിരിക്കും. നീ അത് ചെയ്തില്ല, നിന്റെ ജോലിയായിരുന്നില്ലേ അത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ പറയും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് ഓരോരുത്തർക്കും, ഓരോ ഗ്രൂപ്പിനാണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും റെസ്പോൺസിബിലിറ്റി കൃത്യമായി അലോക്കേറ്റ് ചെയ്യുക. ഇന്ന ഗ്രൂപ്പ് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ആളുകൾക്ക് ബ്ലാങ്കറ്റ്സ് എത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ടെന്റ് രൂപീകരിക്കുക, അങ്ങനെയുള്ള കാര്യം കുറച്ച് ഗ്രൂപ്പിന്. അപ്പൊ ആ ചാവോസ് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഈ പറയുന്ന ക്രമക്കേടുകൾ, ആളുകള് ഉത്തരവാദിത്തത്തിൽ നിന്നും ഓടി പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ എന്റെ അല്ല നിന്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തം കൃത്യമായിട്ട് ഏൽപ്പിക്കുക. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല, ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യുന്നു, എനിക്ക് ഇന്നതാ തന്നെ, അപ്പൊ സോ ഐ ഹാവ് ടു ഡു, ഞാനത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്റെ ഗ്രൂപ്പ് ആ കാര്യമാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ വേറെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരുപാട് ഇത്തരം എന്താ പറയാ വേണ്ടാത്ത ചില സംസാരങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊക്കെ പ്രോപ്പർ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എടുക്കേണ്ടത്. കണക്ട് ചെയ്ത് പഠിക്കണം. ഇത് എന്താണ് ഈ പറഞ്ഞേക്കണെന്ന് ഒരു ഇതില്ലാതെ നിങ്ങൾ പഠിക്കരുത്. നമ്മൾ പഠിക്കുന്നത് ഫേസസ് ഓഫ് ഡിസാസ്റ്റർ, അതിന്റെ അകത്ത് ഫസ്റ്റ് വൺ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? റിസ്ക് അസസ്മെന്റ്. എത്രത്തോളം റിസ്ക് ഓരോ ഡിസാസ്റ്ററിനും ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക ആളുകൾക്ക്, അവർക്ക് അവയർനെസ് കൊടുക്കുക. അതനുസരിച്ച് ദേ ഹാവ് ടു റെസ്പോണ്ട്. അവരതിന് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള അവരുടെ ഉത്തരവാദിത്തത്തെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങളെ കുറയ്ക്കാം, ആളുകളുടെ എന്താ പറയാ ഡെത്തുകളുടെ മരണങ്ങളുടെ എണ്ണം കുറയ്ക്കാം, റിസോഴ്സസ് അവൈലബിൾ ആകുന്നുണ്ടോ, എത്രയും ആവശ്യത്തിന് റിസോഴ്സസ് ഉണ്ടോ, അത് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിസ്ക് അസസ് ചെയ്യുന്നത്. പിന്നെ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് സക്സസ്ഫുള്ളി നമ്മൾ എന്താ പറയാ ഡിസാസ്റ്ററിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ ട്രെയിനിങ് എന്തൊക്കെ സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരും, അത് ആണ് താഴെ പറഞ്ഞ പോയിന്റുകളായി കൊടുത്തിരുന്നത്. ക്ലിയർ ആയോ ഇവിടെ വരെ? ഫസ്റ്റ് ഫേസ് ആണ് ഡിസാസ്റ്റർ ഫേസ് നമ്മൾ പറഞ്ഞത്. അതില് ട്രെയിനിങ് എന്ന് പറയുന്ന സെന്റൻസിന്റെ
ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക, പിന്നെ രണ്ടാമത്തെ സെന്റൻസിൽ ആ പോയിന്റുകളും അണ്ടർലൈൻ ചെയ്യണം. പോയിന്റുകൾ കുത്തിട്ടേക്കണ പോയിന്റ് ഇല്ലേ, 7 എണ്ണം. ആ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വായിച്ചു നോക്കാമോ? ട്രെയിനിങ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചല്ലോ, ക്ലിയർ ആയില്ലേ? സോ അടുത്ത ഒരു അലർട്ട് ഫേസ് ആണ്, അത് കുറച്ചുള്ളൂ, നമുക്കത് അതുകൂടി എടുക്കാം. ഓക്കെ, 6 മിനിറ്റ് ഉണ്ട്, വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അലർട്ട് ഫേസ് എന്താ പറഞ്ഞ? അലർട്ട് മീനിങ് എന്തായിരുന്നു? ജാഗ്രത. ഓക്കെ, ജാഗ്രത വേണ്ട സമയമാണ് അല്ലെ? പേടിയല്ല വേണ്ടത്, ജാഗ്രതയാണ്. എവിടേക്കോ നമ്മൾ കേട്ടേക്കണ ഒരു സെന്റൻസ് ആണ് അല്ലെ? പേടിക്കേണ്ട, ജാഗ്രത മാത്രം മതി എന്ന് പറയുമ്പോൾ ഡിസാസ്റ്റേഴ്സ് എപ്പോ വേണമെങ്കിലും നമ്മുടെ പിന്നാലെ ഉണ്ട്. എപ്പോ വേണമെങ്കിലും ഒക്കെ ഏതെങ്കിലും രൂപത്തിലായിരിക്കാം നമ്മളിലേക്ക് വരുന്നത്. ഏത് രൂപത്തിൽ വേണം? ഫ്ലഡ് ആകാം, അതുപോലെ എർത്ത് ആകാം, അല്ലെങ്കിൽ സൈക്ലോൺ ആകാം. ഏത് രീതിയിലും അത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സോ ഹൗ വെൽ വി പ്രിപ്പയർ ഫോർ ഇറ്റ്, നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നുവോ അത്രയും അതിന്റെ ഇന്റൻസിറ്റി, തീവ്രതയെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായോ? ദ മോർ വി ആർ പ്രിപ്പയർഡ് ഫോർ ഇറ്റ്, ദ ലെസ് വിൽ ബി ഇറ്റ്സ് ഇന്റൻസിറ്റി. അതിന്റെ തീവ്രത അത്രയും കുറച്ച് മാത്രം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പൊ ഏത് ഡിസാസ്റ്ററും ഏത് രൂപത്തിലും വരാം. നമുക്കറിയാം അലർട്ട് ഫേസ് എന്ന് പറയുന്നത് ദ പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. ഒരു ഡിസാസ്റ്റർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയം, ഒരു ദുരന്തം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ അലർട്ട് ഫേസ് എന്ന് വിളിക്കുക. മനസ്സിലായോ? അലർട്ട് ഫേസ് അല്ലെങ്കിൽ ജാഗ്രത എന്ന് പറയുന്ന സമയം നമ്മൾ എന്താ പറയാ, കൊറോണ സ്പ്രെഡ് ചെയ്തപ്പോ മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞ വാചകമാണ് അല്ലെ, പേടി വേണ്ട, ജാഗ്രതയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക്, ആ കൺട്രിയുടെ ഉള്ളിൽ തന്നെ പല സ്റ്റേറ്റിലേക്കൊക്കെ ഇങ്ങനെ വ്യാപിച്ച് പതുക്കെ വന്നപ്പോ നമ്മളെല്ലാവരും പേടിച്ചു. എന്താ അപ്പൊ ചെയ്യാൻ, എന്ത് പറ്റും അല്ലെ? ഒരുപാട് പേര് തുടക്കത്തെ സ്റ്റേജിലൊക്കെ ഒരുപാട് പേര് മരിച്ചു അവിടെ ഇവിടെയൊക്കെ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ പേടിച്ചു തുടങ്ങി. പേടിച്ചപ്പോ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്നുള്ള എന്താ പറയാ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ജാഗ്രത മാത്രം മതി എന്നില്ല അല്ലെ? അപ്പൊ നമ്മൾ ജാഗ്രത പാലിക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ധരിക്കുക, പുറത്തിറങ്ങരുത്, ഒത്തിരി അങ്ങനെ അതൊക്കെ അലേർട്ടിന്റെ ഒരു ഭാഗമായിട്ട് തന്നതാണ്. അപ്പൊ ഏത് ഡിസാസ്റ്ററും അത് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു പിന്നീട് അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ അലർട്ട് പീരീഡ് അല്ലെങ്കിൽ അലർട്ട് ഫേസ് എന്ന് വിളിക്കുക. അലർട്ട് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. ഏത് രീതിയിലുള്ള ഡിസാസ്റ്റർ ആണോ അതനുസരിച്ച് ഈ അലർട്ട് ഫേസിന്റെ ദൈർഘ്യം ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും. മനസ്സിലായോ? അതായത് ഇവർ പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് നോൺ എക്സിസ്റ്റന്റ് ഫോർ എർത്ത് ക്വേക്സിനെ സംബന്ധിച്ച് അതിങ്ങനെ കുറെ ദീർഘനേരമൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച്, ഒരു ഇത്ര സെക്കൻഡ് ഭൂമികൾക്ക് ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ആ ഒരു സെക്കൻഡ്സിൽ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻസ് അല്ലെ, ചിലപ്പോ വീടുകൾ ഇടിഞ്ഞു വീഴുക, കെട്ടിടിഞ്ഞു വീഴുക, കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഭൂമികൾക്ക് ഉണ്ടാവുള്ളൂ. ഒരു മണിക്കൂറൊന്നും നീണ്ടുന്ന ഭൂമികൾക്കൊന്നും ഉണ്ടാവില്ല. അത് വളരെ എന്താ പറയാ നോൺ എക്സിസ്റ്റന്റ് ആണ്, എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയത്തേക്കുള്ളതാണ്. പക്ഷെ ഇറ്റ്സ് ക്രൂഷ്യൽ, ഭയങ്കര ക്രൂഷ്യലാണ്, ഇച്ചിരി ഗൗരവമേറിയ സാധനമാണ്. എന്താ പറയാ നമ്മളുടെ എർത്ത് ക്വേക്ക് കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്. പക്ഷെ ഇൻ കേസ് ഓഫ് ഹരിക്കെയിൻസ്, ഈ എന്താ പറയാ മറ്റേ നമ്മുടെ ഈ ചുഴലിക്കാറ്റ് അങ്ങനെയുള്ളത്, അതുപോലെ നമ്മുടെ എന്താ പറയാ ഡ്രോട്ട്, ഫാമിൻ, ഈ വരൾച്ച, അതുപോലെ തന്നെ എന്താ പറയാ ദാരിദ്ര്യം, ഇതൊക്കെ വന്നു കഴിഞ്ഞാലും അതൊക്കെ കുറച്ച് ലോങ് പീരീഡിലേക്കാണ്. ഇപ്പൊ നമ്മുടെ ഹരിക്കെയിനോ ചുഴലിക്കാറ്റ് ഇതൊക്കെ കുറച്ച് നേരത്തേക്കാണ്, മിനിറ്റ്സ് സെക്കൻഡ്സിലേക്ക്, ഷോർട്ട് പീരീഡ് ആണ് പക്ഷെ ക്രൂഷ്യലാണ്. അതേസമയം ഡ്രോട്ടും ഫാമിനും ഒക്കെ കുറച്ച് ലോങ് ആയിരിക്കും, കുറച്ച് നീണ്ട സമയത്തേക്കായിരിക്കും. വരൾച്ച കുറെ മാസങ്ങളോടെ ചിലപ്പോൾ വരൾച്ച ഇപ്പൊ നമ്മുടെ
അധികം നമ്മളൊന്നും എഫക്ട് ചെയ്തില്ല. ഒരു കാലഘട്ടത്തിലൊക്കെ വരൾച്ച എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആളുകൾക്ക്, അല്ലെ? കൃഷിയില്ല, എല്ലാം നശിച്ചു, അങ്ങനെയൊക്കെ. അതുപോലെ ദാരിദ്ര്യം അങ്ങനെയൊക്കെ വരും. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഡിസാസ്റ്റർ ഏത് രീതിയിലുള്ളതാണോ അതനുസരിച്ച് നമ്മുടെ അലർട്ട് ഫേസ് എന്റെ ആ ഒരു ദൈർഘ്യം പീരീഡ് മാറിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ, അലർട്ട് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. ഒരു ഡിസാസ്റ്റർ ഡെവലപ്പ് ചെയ്യുന്ന, വികസിക്കുന്ന ആ ഒരു സമയത്തെയാണ് നമ്മൾ, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ അലർട്ട് ഫേസ് എന്ന് വിളിക്കുക. അതെല്ലാ ഡിസാസ്റ്ററും ഒരുപോലെയല്ല, അതെല്ലാത്തിനും ഡിഫറെന്റ് ആണ്. കാരണം ഇത് ഡിപ്പെൻസ് അപ്പോൺ ദാറ്റ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. ഏത് ഡിസാസ്റ്റർ ആണ് എന്നുള്ളതിനെ ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയോ? അലർട്ട് ഫേസ് ഇത്രയും കാര്യമുള്ള 2 സെന്റൻസ് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ആ 2 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ് താനും. ഒന്ന് വരച്ചിടാമോ? അണ്ടർലൈൻ ചെയ്തിടാ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ അതുകൂടി. അലർട്ട് ഫേസ് ക്ലിയർ? ക്ലിയർ ആയോ വായിച്ചിട്ട്? യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് എടുത്ത ഭാഗത്ത് നിന്ന് തുടങ്ങി നിങ്ങൾ ഈ അലർട്ട് ഫേസ് വരെ 1-2 പ്രാവശ്യം കൂടി വായിച്ചു നോക്കുക. നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. ഫേസസ് ഓഫ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ചാർട്ട്, ഒരു സർക്കുലർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുകളിലുള്ള പാരഗ്രാഫ് തുടങ്ങിയാണ് നമ്മൾ എടുത്തത്. അലർട്ട് ഫേസ് വരെ 1-2 പ്രാവശ്യം വായിക്കുക കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, താങ്ക് യു. സീ യു. ഓക്കെ, താങ്ക് യു. ബൈ.